ഉള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയെ, മാരകരോഗങ്ങൾ, മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ കുഞ്ഞുങ്ങളെ, സാധാരണ മനുഷ്യർ, കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസ്ഥകളുടെ മേലുള്ള മറ്റുള്ളവരുടെ കടന്നു കയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വിലത്തകർച്ചയും അതുമൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ട മക്കൾ, ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ, ഗർഭിണിയായ മക്കൾ, ഗർഭശിശുക്കൾ, രോഗങ്ങളുള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അസമാധാനമുള്ളവർ, അകന്നു താമസിക്കുന്നവർ, ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാര്യങ്ങൾക്കും ജോലിക്കും വേണ്ടി അന്യനാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടെ തന്നെ കർത്താവിൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരെ, അല്ല വിസ തീർന്നു പോകാൻ പോകുന്നവരെ, പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് 8 ദിവസങ്ങൾ അത് പുതുക്കി കിട്ടുവാനും 8 ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവാണെന്ന് പറഞ്ഞതിന് പിശാചിന് പോലും